പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. നീ നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ, പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നങ്ങയ്ക്ക് നന്ദി പറയും. മുന്തിരിത്തോട്ടം കിളച്ച് വൃത്തിയാക്കി അത് തൻ്റെ ഭൃത്യരെ ഏൽപ്പിച്ചുകൊണ്ട് ദൂരെ പോയി യജമാനൻ യഥാസമയം വിളവെടുക്കുവാനായി കടന്നു വരുമ്പോൾ യജമാനൻ്റെ ഭൃത്യരെ മർദ്ദിക്കുകയും കൊല്ലുകയും അവൻ്റെ പുത്രനെ പോലും ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത ഭൃത്യരെയാണ് ഇന്ന് കർത്താവെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങേൽപ്പിച്ച കടമകളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അങ്ങേക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഓരോ നിമിഷത്തെയും ഞങ്ങൾ ഓർക്കുവാൻ ഇന്ന് കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങേ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടും അവനെ പിടിച്ചു കൊന്ന കുരിശിൽ തറച്ച പോലെ മുന്തിരിത്തോട്ടത്തിൽ ഉടമസ്ഥൻ്റെ മകനെ കൊന്ന ദൂരെ എറിഞ്ഞവരെക്കുറിച്ച് കർത്താവെ നീ ഓർമ്മിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഉടമസ്ഥൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കർത്താവെ നീ ചോദിക്കുന്നുണ്ട്. കൃഷിക്കാരെ നശിപ്പിച്ച മുന്തിരിത്തോട്ടം യഥാവിധി ഫലം എടുത്ത് യജമാനനെ ഏൽപ്പിക്കുന്നവരെ അങ്ങ് മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുമെന്ന് പറയും. കാരുണ്യവാനായ കർത്താവെ, ഇതാ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും യോഗ്യതയില്ലാതിരുന്നിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ഫലം യഥായോഗ്യം എടുക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ഫലം അങ്ങേക്ക് നൽകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആഫ്രിക്കയിലെ മിഷണറിമാർക്കും അവിടെ കൊലപ്പെട്ട രക്തസാക്ഷികളായ യുവാക്കളുടെയും രക്തസാക്ഷിത്വ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു, ആഫ്രിക്കയിലും ഉഗാണ്ടയിലും കൊല്ലപ്പെട്ട മിഷണറിമാരെ ഓർക്കുന്ന ഇന്നേ ദിനം നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് ധീരതയോടുകൂടി അങ്ങനെയുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ ഈ രക്തസാക്ഷികളെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഉഗാണ്ടൻ യുവാക്കളോട് പൗലോസ് മാർപ്പാപ്പ 6-ാം പൗലോസ് മാർപ്പാപ്പ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് നല്ല കാര്യമാണ്, എന്നാൽ എല്ലായ്പ്പോഴും അത്ര എളുപ്പമല്ല. നാം വാക്കുകൊണ്ടും മാതൃക കൊണ്ടും ദൈവവചനം പ്രചരിപ്പിക്കാൻ കടമപ്പെട്ടവരാ. വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഈ വിശ്വാസം പ്രകടിപ്പിക്കുവാനും അത് ജീവിക്കുവാനും കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി ഇന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വഴികളിൽ നീ ഞങ്ങളെ നയിക്കണമേ. നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിക്കുവാൻ കൃപ നൽകണമേ. ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ തകർത്തെറിയുന്ന കുടുംബനാഥന്മാരും കുടുംബനാഥകളും മക്കളെ വഴിതാരമാക്കുന്നവരെയും ജോലി തടസ്സപ്പെട്ടു പോയവരും മക്കൾക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നവരെയും മാതാപിതാക്കളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെയും ഇനിതാ നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും. നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും അവരുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾക്ക് ജന്മം തന്ന മാതാപിതാക്കളെയും ഞങ്ങളോടൊപ്പം വളർന്ന സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനുമായ സർവേശ്വര, അങ്ങയുടെ കൃപകൾ മറക്കാതെ ജീവിക്കുവാൻ അങ്ങേ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.